തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡ് വിഭജനത്തിൽ അന്തിമ വിജ്ഞാപനമായി. മുനിസിപ്പാലിറ്റികളിൽ 26 മുതൽ 53 വരെ വാർഡുകളും കോർപ്പറേഷനുകളിൽ 56 മുതൽ 101 വരെ വാർഡുകളും ഉണ്ടാകും. വി അരുൺ ചേരുന്നു. അരുൺ, വിവരങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തദ്ദേശ വാർഡ് വിഭജനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തദ്ദേശ വാർഡ് വിഭജനത്തിൽ നിർണായകമായ ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് കോർപ്പറേഷനുകളുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെയും വാർഡ് വിഭജന പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. 30-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പട്ടിക കൂടി പുറത്തു വരുന്നതോടുകൂടി സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് വിഭജനം പൂർത്തിയാകും. ഡിസംബറിൽ ആദ്യം തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനാണ് സാധ്യത. അത് കണക്കിലെടുത്തുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ 26 മുതൽ 53 വരെ വാർഡുകൾ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാകണം. അതാണ് പുതിയ വ്യവസ്ഥ. കോർപ്പറേഷനുകളിൽ 56 മുതൽ 101 വരെയാകാം. തിരുവനന്തപുരം നഗരസഭയിൽ 101 വാർഡുകൾ ഉണ്ടാകും. മുനിസിപ്പാലിറ്റികളിൽ 128 വാർഡുകളും കോർപ്പറേഷനുകളിൽ 7 വാർഡുകളുമാണ് പുതിയ പുനഃസംഘടന പ്രകാരം വർദ്ധിക്കുന്നത്. അതോടുകൂടി നേരത്തെ പഞ്ചായത്ത് വാർഡുകളുടെ പുനഃസംഘടന പൂർത്തിയായിരുന്നു. 17,337 പഞ്ചായത്ത് വാർഡുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. മുനിസിപ്പാലിറ്റി വാർഡുകൾ 3,241 421 കോർപ്പറേഷൻ വാർഡുകളും സംസ്ഥാനത്ത് ഉണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനം 30-ന് പൂർത്തിയാകും. ഇതോടുകൂടി സംസ്ഥാനത്തെ ഡീലിമിറ്റേഷൻ പ്രക്രിയ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഡീലിമിറ്റേഷൻ പ്രക്രിയ പൂർണ്ണമാവുകയാണ്. അപർണ.